25-ന് കൊച്ചിയിൽ ലൈബീരിയയിൽ നിന്നുള്ള MSC എൽസ 3 എന്ന ചരക്ക് കപ്പൽ മുങ്ങിയ സംഭവം തീരദേശ മേഖലയിൽ ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട്. വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് കൊച്ചിയിലേക്ക് പോവുകയായിരുന്ന ഈ കപ്പൽ ആലപ്പുഴയ്ക്ക് സമീപം തലകീഴായി മറിഞ്ഞു. കപ്പലിൽ 640 കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നു. അതിൽ ചിലത് അപകടകരമായ ചരക്കുകൾ ഉൾക്കൊണ്ടവയാണ്. കപ്പലിന്റെ ടാങ്കുകളിൽ 84.44 മെട്രിക് ടൺ ഡീസലും 367 മെട്രിക് ടൺ ഫേണസ് ഓയിലും ഉണ്ടായിരുന്നതിനാൽ വലിയൊരു എണ്ണച്ചോർച്ചയെക്കുറിച്ചുള്ള ഭയം വർദ്ധിച്ചു. എണ്ണച്ചോർച്ച സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും ഹൈദരാബാദ് ആസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസിന്റെ ഡയറക്ടർ ഡോക്ടർ TM ബാലകൃഷ്ണൻ നായർ ആലപ്പുഴ തീരത്ത് ചെറിയ എണ്ണപ്പാടുകൾ കണ്ടെത്തിയതായി സ്ഥിരീകരിച്ചു. എന്നിരുന്നാലും ചോർച്ച നിയന്ത്രണാവിധേയമാണെന്നും വലിയ എണ്ണപ്പാട് പ്രതീക്ഷിക്കുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. എങ്കിലും വരും ദിവസങ്ങളിൽ തെക്കൻ കേരള തീരത്ത് ഇത്തരം എണ്ണപ്പാടുകൾ കാണപ്പെടാൻ സാധ്യതയുണ്ട്. ഈ അപകടം കേരളത്തിന്റെ ദുർബലമായ സമുദ്ര ആവാസ വ്യവസ്ഥയെ ഭീഷണിയിലാക്കുന്നു. എണ്ണച്ചോർച്ചയ്ക്ക് പുറമെ കപ്പലിൽ നിന്ന് വേർപെട്ട കണ്ടെയ്നറുകളിൽ നിന്നുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളും രാസവസ്തുക്കളും മറൈൻ ജീവജാലങ്ങളെയും കടൽ ഭക്ഷണത്തിന്റെ സുരക്ഷയെയും ബാധിക്കുന്നു. തിരുവനന്തപുരത്തെ തുമ്പ, കൊച്ചുവേളി തുടങ്ങിയ ബീച്ചുകളിൽ നർഡിൽസ് എന്നറിയപ്പെടുന്ന ചെറിയ പ്ലാസ്റ്റിക് തരികൾ വലിയ തോതിൽ കരയ്ക്കടിഞ്ഞിട്ടുണ്ട്. ഈ തരികൾ മറൈൻ ജീവികൾ ഭക്ഷണമായി തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. ഇത് ജൈവിക ശേഖരണത്തിലൂടെ ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. INCOISന്റെ പ്രവചനമനുസരിച്ച് ഈ നർഡിൽസ് കോവളം തീരത്ത് നിന്ന് 84 നോട്ടിക്കൽ മൈൽ വരെ ഒഴുകി നീങ്ങിയേക്കാം. 30 ടൺ ചരക്ക് കടലിൽ ഒഴുകി നടക്കുന്നുണ്ടെന്നും 45 ടൺ തീരത്തെത്തിയെന്നും 25 ടൺ ബാഷ്പീകരിക്കപ്പെടുകയോ ചിതറിപ്പോവുകയോ ചെയ്തതായും INCOISന്റെ അപ്ഡേറ്റ് വ്യക്തമാക്കുന്നു. കപ്പലിലെ 13 കണ്ടെയ്നറുകൾ അപകടകരമായ ചരക്ക് എന്നടയാളപ്പെടുത്തിയവയും 12 എണ്ണം കാൽസ്യം കാർബൈഡ് അടങ്ങിയവയുമാണ്. കാൽസ്യം കാർബൈഡ് വെള്ളവുമായി സമ്പർക്കം പുലർത്തിയാൽ സ്ഫോടനാത്മകമായ പ്രതികരണങ്ങൾക്ക് കാരണമാകുമെന്നതിനാൽ കരയ്ക്കടിഞ്ഞ കണ്ടെയ്നറുകളെ സമീപിക്കരുത് എന്ന് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കേരള തീരത്ത് നിന്നുള്ള മത്സ്യം കഴിക്കുന്നത് സുരക്ഷിതമാണോ എന്ന ചോദ്യം പ്രസക്തമാണ്. വിദഗ്ധർ പറയുന്നത് നിലവിൽ പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ല എന്നാണ്. സെന്റർ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും സംസ്ഥാന ഫിഷറീസ് വകുപ്പും സ്ഥിതിഗതികൾ സജീവമായി നിരീക്ഷിക്കുന്നുണ്ട്. ബാധിത പ്രദേശത്ത് മത്സ്യബന്ധനം നിരോധിച്ചിരിക്കുകയാണ്. ഇത് മലിനമായ മത്സ്യം വിപണിയിലെത്തുന്നത് തടയുന്നു. ജല സാമ്പിളുകളുടെ പതിവ് പരിശോധനകളിലൂടെ മലിനീകരണത്തിന്റെ ലക്ഷണങ്ങൾ അധികൃതർ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. CMFRI ഡയറക്ടർ ഡോക്ടർ ഗ്രീൻസൺ ജോർജിന്റെ അഭിപ്രായത്തിൽ ബാധിത പ്രദേശത്തെ മത്സ്യം വിപണിയിൽ എത്തുന്നില്ലാത്തതിനാൽ ഇപ്പോൾ കടൽ ഭക്ഷണം ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ചെറിയ തോതിലുള്ള ചോർച്ച ഉണ്ടായാലും വലിയ അളവിലുള്ള കടൽ വെള്ളം ദോഷകരമായ വസ്തുക്കളെ നേർപ്പിക്കാൻ സഹായിക്കുമെന്ന് ഭക്ഷ്യസുരക്ഷാ വിദഗ്ധർ വ്യക്തമാക്കുന്നു. എന്നിരുന്നാലും മൺസൂൺ കാലത്ത് പെലാജിക് മത്സ്യങ്ങളുടെ പ്രജനനത്തിനും വളർച്ചയ്ക്കും നിർണായകമായ സമയത്ത് മലിനീകരണം വ്യാപിക്കുകയാണെങ്കിൽ മത്സ്യബന്ധനത്തിന് ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാം. അധികൃതർ എണ്ണ വീണ്ടെടുക്കൽ, ഒഴുകി നടക്കുന്ന കണ്ടെയ്നറുകൾ ശേഖരിക്കൽ, തീരത്തടിഞ്ഞവ നീക്കം ചെയ്യൽ എന്നിവയ്ക്ക് മുൻഗണന നൽകുന്നു. ജൂലൈ 3-നകം എണ്ണ വീണ്ടെടുക്കൽ പൂർത്തിയാക്കാൻ ലക്ഷ്യമിടുന്നു. കോസ്റ്റ് ഗാർഡ് ക്ലീനപ്പ് കപ്പലുകളും വ്യോമ നിരീക്ഷണവും നടത്തുന്നു. കൂടാതെ 108 ഉദ്യോഗസ്ഥരെ കരയിൽ നിയോഗിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, ആലപ്പുഴ, കൊല്ലം എന്നിവിടങ്ങളിൽ 38 പേർ ജില്ലാ ഭരണകൂടവുമായി ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുന്നു. 50 കണ്ടെയ്നറുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അവ 2 ദിവസത്തിനകം വീണ്ടെടുക്കാൻ ശ്രമങ്ങൾ നടക്കുന്നു. ശാസ്ത്രീയ വിലയിരുത്തൽ പൂർത്തിയായ ശേഷം ഫിഷറീസ് വകുപ്പ് ഔദ്യോഗിക മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുമെന്നാണ് പ്രതീക്ഷ. ഇതിനിടെ MSC കമ്പനി കേരള സർക്കാരുമായി ചർച്ച നടത്തി. കപ്പൽ അപകടം മൂലമുണ്ടായ പരിസ്ഥിതി നാശം, തൊഴിൽ നഷ്ടം, ടൂറിസം മേഖലയിലെ നഷ്ടം എന്നിവ കൃത്യമായി കണക്കാക്കാൻ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. മുങ്ങിയ കപ്പൽ കേരള തീരത്ത് നിന്ന് പൂർണ്ണമായി നീക്കണമെന്നും സർക്കാർ നിർദ്ദേശിച്ചു. കണ്ടെയ്നറുകളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കൈകാര്യം ചെയ്യാൻ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മാർഗരേഖ പുറപ്പെടുവിച്ചു. റവന്യൂ, ഫിഷറീസ് മന്ത്രിമാർ, ചീഫ് സെക്രട്ടറി, ഉദ്യോഗസ്ഥർ എന്നിവർ യോഗം ചേർന്ന് മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു. അവർക്ക് താൽക്കാലിക ആശ്വാസമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിലെ കുടുംബങ്ങൾക്ക് 1000 രൂപയും സൗജന്യ റേഷനായി 6 കിലോ അരിയും നൽകും. അപകടം സംസ്ഥാന പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. കൂടാതെ ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗുമായി ചർച്ച നടത്തി. മത്സ്യത്തൊഴിലാളികൾ 20 നോട്ടിക്കൽ മൈൽ ചുറ്റളവ് ഒഴിവാക്കി മത്സ്യബന്ധനം നടത്തണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പോണ്ടിച്ചേരിയിൽ നിന്നൊരു കപ്പൽ അപകട സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്.
മുങ്ങിയ കപ്പലിന്റെയും കണ്ടെയ്നറുകളുടെയും സ്ഥാനം കണ്ടെത്താൻ സോണാർ സർവേ ആരംഭിക്കും. ഒപ്പം സ്ഥാനം നിശ്ചയിച്ച ശേഷം ബോയകൾ വച്ച് അടയാളപ്പെടുത്തി മറ്റ് സ്ഥലങ്ങളിൽ മത്സ്യബന്ധനത്തിന് അനുമതി നൽകുന്നത് പരിഗണിക്കുകയും ചെയ്യും.